ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജിസ്റ്റിക്കി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു മോഡലും കൂടി ഫ്രോക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല അയിഞ്ഞ പോലത്തെ തുണിയാണ് ഇതിന് വേണ്ടത്. റഫുള്ള തുണി, കട്ടിയുള്ള തുണിയൊന്നും പാടില്ല. കുറച്ച് അയിഞ്ഞ പോലത്തെ തുണിയാണ് വേണ്ടത്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാണോ. ഇനി ഇതിനേക്കാളും ഉള്ളത് ഫുൾ സിൽക്കിൻ്റെതാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായിട്ട് ഈ ഫ്രോക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ, ഞാനിപ്പോൾ നിങ്ങൾ ചെറിയ മെജർമെൻറ്റിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി ആദ്യം എടുത്തതിൻ്റെ ശേഷം ഫസ്റ്റ് ഫോൾഡ് ഇത് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ചെക്സ് മോഡലിൽ നമ്മൾ മടക്കി കഴിയുമ്പോൾ ചെക്സ് മോഡലിൽ ആദ്യം ഇത് വരണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് ഞാൻ എ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എ തന്നെ നമ്മൾ എടുക്കണം. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ എ എടുത്ത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഈ മാർക്കിൻ്റെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ ഇങ്ങനെ വരൂ, കട്ടിങ് ഇങ്ങനെ വരൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ മുകളിലത്തെ തുണി കുറച്ച് ഇങ്ങനെ മുകളിലോട്ട് വലിക്കുക, കുറച്ച് മേലോട്ട് വലിക്കുക ഇങ്ങനെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങൾ എത്ര ഉണ്ട്, ഇത് എത്ര മെജർമെൻറ്റ് എത്ര ഉണ്ട് നോക്കുക. ഇത് ഫുള്ള് ഇപ്പോൾ 14 ഉണ്ട്. അപ്പോൾ ഈ 14 നേരെ പകുതി ഏരയാണ്. അപ്പോൾ ഏര സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ നെക്കും കൈയിൻ്റെതും ഷേപ്പ് കൊടുക്കുക. അതായത് ഇത് നെക്കാണ്, ഈ വി ഷേപ്പ് കൊടുത്തിട്ടുള്ള നെക്കാണ്. പിന്നെ ഈ രണ്ട് ഭാഗങ്ങൾ അത് കൈയിൻ്റെതാണ്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ വി ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുക്കാൻ പാടില്ല. ഇതൊന്ന് കട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരു കട്ടും ഇവിടെ ഒരു കട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആയി. ഈ രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇത് കട്ട് ചെയ്തെടുക്കരുത്. ഇപ്പം നമ്മൾ ഈ വി ഷേപ്പ് കട്ട് ചെയ്തോലെ ഇത് കട്ട് ചെയ്തെടുക്കരുത്. രണ്ട് സൈഡും ഇങ്ങനെ കട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പം ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷം എന്താ നമ്മളെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെറിയ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഫ്രോക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.